ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അത് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക് എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം ഇവരുടെ ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ അബണ്ടൻസ്, ഇവരുടെ ലൈഫിൽ ഇവർക്ക് നേടിയെടുക്കാനുള്ള ലക്ഷ്യം എന്തൊക്കെയാണ് അതിലോട്ടായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാകണം. ലൈഫിൽ ഇങ്ങനെ എപ്പോഴും സ്റ്റേബിൾ അല്ലാതിരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. സ്റ്റേബിൾ ആവണം, അബണ്ടൻ്റ് ആവണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഇവരുടെ തന്നെ അതേ വൈബ്സിലുള്ള ആൾക്കാർ ഇവരെ കെയർ ചെയ്യുന്നതും ഇവരെ അൺകണ്ടീഷണലായിട്ട് ലവ് കൊടുക്കുന്നതുമായിട്ടുള്ള ആൾക്കാരെയാണ് ഇവർ ഇവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. കൂടാതെ ഇവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള ആ ഒരു വൈബ്രേഷനിലുമാണ് ഇവർ ഉള്ളത്. ഇവരുടെ ഫോക്കസ് വളരെ ഷാർപ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടും തന്നെ ഇവർ പേടിക്കുന്നില്ല. ഇവരുടെ ഫോക്കസിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എവിടെയാണോ ആക്ഷൻ എടുക്കേണ്ടത് അവിടെ ആക്ഷൻ എടുക്കും. എവിടെയാണോ സ്റ്റാൻഡ് എടുക്കേണ്ടത് അവിടെ സ്റ്റാൻഡ് എടുക്കും. കൂടാതെ ഇവരുടെ മേൽ ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ മേൽ ശ്രദ്ധ കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന അങ്ങനെയല്ല, ഇവരുടെ മേൽ ഇവർ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എനർജി ഈ ഒരു ടൈം പീരീഡിൽ വളരെ ഹൈ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് സിറ്റുവേഷനാണ് ഇവരുടെ മൈൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലെങ്ങനെ ഇവർക്കൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യം ഇവർക്കറിയാം. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ നേരെയാക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഇവർക്കുണ്ട്. അത് ചിലപ്പോൾ ഇവരുടെ കരിയറാകാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടായിരിക്കാം. ഇപ്പോൾ ഇവർ വളരെയധികം ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു വൈബ്രേഷനിലാണ് ഉള്ളത്. ഇവരുടെ ആ ഒരു വൈബ്രേഷൻ ഫ്ലക്ച്വേഷൻ ചെയ്യുന്നില്ല. അതായത് ഏത് വൈബ്രേഷനിലാണോ ഉള്ളത് അതിൽ തന്നെ നിൽക്കുന്നുണ്ട്, മാറുന്നില്ല. അതായത് ഒരു സമയം ലോവർ വൈബ്രേഷൻ, ഒരു സമയം ഹയർ വൈബ്രേഷൻ, അങ്ങനെ മാറുന്നില്ല. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇതൊരു ശരിയായ ടൈമാണ് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ളത് എന്നാണ്. അതായത് ആരെയാണോ ഇവർ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ഒരു പുതിയ തുടക്കം കുറിക്കാനുള്ള ശരിയായ ടൈമാണിതെന്ന് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് മെസ്സേജ് ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കാൻ പോകുകയാണ് എന്നാണ് ഇവിടെ ഫസ്റ്റ് മെസ്സേജ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെയാണ്, റീസെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആയത്. ഇനി ആരൊക്കെയാണ് യൂണിയൻ ആവാതെ ഇരിക്കുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ യൂണിയൻ ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം: നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള ചോദ്യവുമായി നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ ഉണ്ടാവാൻ പോവുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. നെക്സ്റ്റ് മെസ്സേജ്: നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സണ് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് അത് ഒന്നാണ്. നിങ്ങൾക്ക് ഇവർക്ക് പോകേണ്ടത് ഒരേ വഴിയിൽ കൂടെയാണ് എന്നിവർക്ക് മനസ്സിലായി. അതായത് നിങ്ങൾ തമ്മിലാണ് ഒന്നാവേണ്ടത്, നിങ്ങൾ തമ്മിലാണ് മാരേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വഴിയിൽ കൂടെയാണ് പോകേണ്ടത്. ഒരു ഡെസ്റ്റിനിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഉള്ളത്. അതായത് ഇവർ ഇപ്പോൾ ഒരു ജേണിയുടെ പാർട്ടായിട്ടാണ് ഉള്ളത്. ആ ഒരു ജേണി റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട്, നിങ്ങൾ രണ്ടുപേരും ഒരു ജേണിയുടെ പാർട്ടാണ്, നിങ്ങൾ തമ്മിൽ ഒരേ ഒരു ഡെസ്റ്റിനിയാണ് ഉള്ളത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വഴിയിൽ കൂടെയാണ് പോകേണ്ടത് എന്നൊക്കെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ട്, ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ചില സ്പിരിച്വൽ ആയിട്ടുള്ള സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു സംസാരം എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരം ഒന്നുകിൽ എന്തെങ്കിലും സ്വപ്നം ഇവർ കണ്ടിട്ടുണ്ടാവും, അല്ല എങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സൈൻ ലഭിച്ചാണ്, ഇല്ല എങ്കിൽ ഏതെങ്കിലും അമ്പലം റിലേറ്റഡ് ആയിട്ട്, ഇല്ല എങ്കിൽ പള്ളി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു വലിയ രീതിയിലുള്ള സംസാരമായിരിക്കും നിങ്ങൾ തമ്മിൽ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. ഈ നെക്സ്റ്റ് മെസ്സേജ് കൺഫ്യൂഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ശരിയായ വഴിയിൽ കൂടെയാണ് ഇവർ പോകുന്നത്, ഇവർക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഇവരുടെ മൈൻഡിലുണ്ടായിരുന്നു. നിങ്ങൾക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമ്പോൾ ഇവർ റൈറ്റ് ആയിട്ടുള്ള പാത്താണോ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ കൺഫ്യൂഷൻ നിങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഇവർ ശരിയായ ഒരു വഴിയിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ള കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ട്.
കൂടാതെ ഇവരുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറിയിട്ടുമുണ്ട്. നെക്സ്റ്റ് ഇവർക്കിപ്പോൾ ഇവരുടെ ഹാപ്പിനെസ്സിലാണ് കൂടുതൽ ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഹാപ്പി എന്താണോ അതിന് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കും, സ്റ്റാൻഡ് എടുക്കും. അതായത് ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. അവർക്ക് മെയിനായിട്ട് അവരുടെ സന്തോഷമാണ് വലുത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളെ കാണാൻ വരിക, നിങ്ങളുമായിട്ട് സംസാരിക്കുക, നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുക, നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ആ രീതിയിലുള്ള ഒരു ആക്ഷനും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആരെയും പേടിക്കാതെ, അതായത് മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ പേടിച്ചിരിക്കാതെ നിങ്ങൾ കാണാൻ വരിക, നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുക, നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് അങ്ങനെ ആരെയും പേടിക്കാതെ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇവർക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ, നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് സമാധാനം ലഭിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അത്രമാത്രം അട്രാക്ഷൻ വയ്ക്കുന്നത് കൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് വരാൻ പോകുന്ന സമയം ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സെൻഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഡേറ്റിങ്ങിന് പോവാം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ആക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. നിങ്ങളിൽ പല ആൾക്കാരുടെയും ഫസ്റ്റ് ലവ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല, അവർക്കും ഒരിക്കലും നിങ്ങളെയും മറക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞ ആളാണ്. പല കാര്യങ്ങളും ഡീപ്പിലി നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ തന്നെ കണക്റ്റ് ആക്കുന്നു, ഹൃദയം കൊണ്ട് കണക്റ്റ് ആക്കുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഇവരുടെ ശക്തിയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് പല കാര്യങ്ങളും ഇവർ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അതേപോലെ അവർക്കും നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ മനസ്സിലാകുന്നു. ഇല്ലെങ്കിൽ ഒരു സോൾലെസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അതായത് ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാകും ഇവർ. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്കിടയിൽ പാസ്റ്റിൽ എന്ത് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഫോർഗറ്റ് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുക നിങ്ങൾ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ എത്രയും പെട്ടെന്ന് അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം ഇവർ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സണ് അവരുടെ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് കറക്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവരോട് ഡൗട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ സംശയം വരുന്നത്. കാരണം ഞാൻ ശരിയായ ടൈമിൽ എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവത്തില്ലായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും യൂണിയൻ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.